വചനത്താലുള്ള ശുദ്ധീകരണത്തെക്കുറിച്ച് പത്രോസിൻ്റെ ലേഖനത്തിലും പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ നാം വായിച്ചത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. വചനം യേശു കർത്താവ് സംസാരിച്ചാൽ ആര് ശുദ്ധീകരണം പ്രാപിക്കും? ആ വചനം ശ്രദ്ധയോടെ കേട്ട് അതിൽ അനുസരിക്കേണ്ടത് അനുസരിക്കുമ്പോൾ ശുദ്ധീകരണം നടക്കും. സംശയം വേണ്ട. യേശുവോട് വചനം പറഞ്ഞപ്പോൾ യൂദാ ശുദ്ധീകരിക്കപ്പെട്ടില്ലല്ലോ. യേശുവോട് വചനം പറഞ്ഞപ്പോൾ പീലാത്തോസും ഹെരോദാവും കയ്യേപ്പാവും അന്നാവും ശുദ്ധീകരിക്കപ്പെട്ടില്ലല്ലോ. യേശു വചനം പറഞ്ഞപ്പോൾ അത് കേട്ടവരും അത് വിശ്വസിച്ചവരും അതിൻ്റെ മുൻപിൽ വിനയപ്പെട്ടവരും ഏൽപ്പിച്ചു കൊടുത്തവരുമല്ലേ ശുദ്ധീകരണം പ്രാപിച്ചത്? അപ്പോൾ വചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കുവാൻ എന്തു ചെയ്യണം? പത്രോസ്ലീഹയുടെ ലേഖനത്തിലെ വചനങ്ങൾ ഇങ്ങനെയാണ്: പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. നോക്കൂ, ഈ വചനം എഴുതുന്നത് എന്തിനാണ്? പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണമുള്ള ആത്മാവിൻ്റെ വിശുദ്ധീകരണം വിശ്വാസികൾ പ്രാപിക്കാനാണ്. വിശ്വാസികൾ വിശുദ്ധീകരണം പ്രാപിക്കുന്നതിനൊരു അളവുകോലുണ്ട്. ആ അളവുകോൽ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണമാണ്. ദൈവത്തിൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻ നിയമിച്ചു. അപ്പം ആ ഒരു അളവുകോലിലേക്കാണ് നമ്മുടെ ശുദ്ധീകരണം പുരോഗമിക്കുന്നത്. ക്രിസ്തുവിൻ്റെ അളവാണ്, ക്രിസ്തു എന്ന തലയോളം, ക്രിസ്തുവിൻ്റെ മനോഭാവത്തോളം, ക്രിസ്തുവിൻ്റെ താഴ്മയോളം ആ ഒരു വളർച്ചയാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിന് ലോകത്തിലെ യാതൊരു മരുന്നുകൊണ്ടും സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിരന്തരമായ കേൾവി മാത്രമേ അതിന് സാധ്യമാകുകയുള്ളൂ. വചനത്തിൻ്റെ കേൾവി. ഇന്നലെ പറഞ്ഞതുപോലെ വചനക്കേൾവി എന്ന പേരിൽ നടക്കുന്ന കോമഡി ഉത്സവങ്ങളല്ല, വചനക്കേൾവി എന്ന പേരിൽ നടക്കുന്ന ഇമോഷണൽ ഡാൻസസ് അല്ല, ആത്മാവിൻ്റെ അധികാരത്തിലുള്ള ദൈവവചന ശുശ്രൂഷ. എവിടെയെന്നറിയാൻ മേലാതെ വണ്ണം വ്യാജങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. വളരെ വിവേചനത്തോടെ പ്രാർത്ഥനയോടെ വചനത്തിനായി ദാഹിക്കുക, വചനത്തെ തേടിപ്പോകുക. നോക്കൂ, അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായിട്ടാണ് ഇതെഴുതുന്നത്. അപ്പോൾ ഈ പത്രോസിൻ്റെ ലേഖനം എഴുതുന്നത് നമ്മുടെ ശുദ്ധീകരണത്തിനാണ്. ആ ശുദ്ധീകരണം എന്ന് പറയുന്നത് അനുസരണത്തിലൂടെയാണ് സംഭവിക്കുന്നത്. ആ അനുസരണത്തോടുകൂടി യേശുക്രിസ്തുവിൻ്റെ രക്തവും കൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ശുദ്ധീകരണം നടക്കുന്നു. വചനത്താലുള്ള ശുദ്ധീകരണം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. ആമേൻ.